ഇത് ഫ്രീ മീഡിയ കേരള. ഞാൻ നിങ്ങളുടെ സ്വന്തം അമർജിത്ത് വീഗാൾ. അപ്പോൾ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന ഏറ്റവും പുതിയ മൂവി വരവ്. വരവ് എന്നതിനെ കുറിച്ച് പറയാനാണെങ്കിൽ വന്ന പോലെ തന്നെ തിരിച്ചു പോക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. വരവങ്ങ് ഒത്തിട്ടില്ല. ഇതൊരു ഷാൻജി കൈലാസ് ജോജു കോമ്പിനേഷൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ എന്നെ വളരെയധികം നിരാശപ്പെടുത്തുന്ന ഒരു പ്രകടനമാണ് സിനിമ കാഴ്ചവെച്ചത്. ഇമോഷണൽ സീൻസ് ഒന്നും കണക്ട് ചെയ്തിട്ടില്ല. എനിക്ക് തീരെ കണക്ട് ആയില്ല. ഞാൻ ഓർത്തിനിപ്പോൾ എൻ്റെ പ്രശ്നമായിരിക്കുന്നു. ഞാൻ വേറെയുള്ള ആൾക്കാരോട് ചോദിച്ചു, അവർക്കും കണക്ട് ആയിട്ടില്ല. പിന്നെ ആകെപ്പാടെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലൊരു റഷ്യക്കാരിയുടെ അഭിനയമുണ്ട്, കുഴപ്പമില്ലായിരുന്നു. അതുപോലെ തന്നെ ഒരു മുരളി ഗോപിയുടെ അഭിനയവും വലിയ കുഴപ്പമില്ലായിരുന്നു. ബാക്കിയെല്ലാം എന്തിനു വേണ്ടി കാണിച്ചു വെച്ചിരിക്കുന്നു. ഫുൾ ടൈം അടിയാണ്. ഒരു മാസ് ആക്ഷൻ സിനിമയാണ് ഫുൾ ടൈം. പക്ഷേ അതൊട്ടും അങ്ങോട്ട് എന്തിനു വേണ്ടി ചെയ്തെന്നുള്ളതൊന്നും ആർക്കും മനസ്സിലാകുന്നില്ല. സീൻ ഡെവലപ്പ് ചെയ്ത് വരുന്നത് പോരായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ നോക്കാനായിരുന്നെങ്കിൽ ഒരു സിനിമ അത്രേ പറയാനുള്ളൂ. പിന്നെ മൊത്തം ആവശ്യമില്ലാത്ത ഇടത്തെല്ലാം പാസം കുത്തി നിറച്ച് വെച്ചു. എന്നാൽ പാസം കണക്റ്റ് ആയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ അതുമില്ല. അനിതി പാസം, ഫാമിലി പാസം എല്ലാം ഒരു ടിപ്പിക്കൽ പഴയ കേട്ട് പറഞ്ഞ കഥ പോലെ തന്നെ കഥ പോയി എന്ന് മാത്രമേ പറയാനുള്ളൂ. തീരെ നിരാശപ്പെടുത്തിയെന്ന് തന്നെ പറയാം. ഒരു ആവറേജ് മൂവി എന്ന് മാത്രമേ ഇതിൽ പറയാൻ പറ്റുള്ളൂ. എന്തൊക്കെയാണ് കാണിച്ചാൽ എന്തൊക്കെയോ എടുത്തു വെച്ചിരിക്കുന്നു. ജോജുവിൻ്റെ ഒക്കെ അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും അങ്ങോട്ട് സിങ്കാകുന്നില്ല. ജോബ് മാസമൊക്കെ കാണിക്കുന്ന ജോജു മാസമൊക്കെ കാണിക്കുകയും മാസമായിട്ട് പോലും തോന്നുന്നില്ല. അതുപോലെയാണ് സിനിമ ചെയ്തു വെച്ചിരിക്കുന്നത്. എന്നാലും മൂവി ആവറേജാണ്, അത്രേ പറയാനുള്ളൂ. പിന്നെ മൂവിയുടെ ടെക്നിക്കൽ സൈഡ്സ് നോക്കാനാണെങ്കിലും എല്ലാം ജസ്റ്റ് ഓക്കെ, അത്രേ പറയാനുള്ളൂ. എന്നാൽ മൂവി റിലീസ് ചെയ്തിരിക്കുന്ന തൊട്ടടുത്ത തിയേറ്ററിൽ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എൻ്റെ കമൻറ്റ് രേഖപ്പെടുത്തി. എനിക്ക് നിങ്ങളോട് ഒന്നേ പറയുള്ളൂ, വൺ ലൈഫ്, വൺ ഡ്രീം, വൺ ഫാഷൻ. താങ്ക് യു.